സാർ ഞങ്ങളുടെ റിസൾട്ട്, അതായത് പ്രവാസികൾക്ക് വോട്ടവകാശം ലഭിച്ച ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. നമ്മുടെ ഗൾഫിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ വോട്ടിംഗുമായിട്ട് എന്റെ കേരള.com വന്നത്. ഞങ്ങളുടെ റിസൾട്ട് UDF അനുകൂലമായിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. 86 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നും 53 സീറ്റോടുകൂടി LDF ന് 53 സീറ്റും അതുപോലെ തന്നെ BJPക്ക് നേമത്ത് O രാജഗോപാലിലൂടെ 1 സീറ്റും അക്കൗണ്ട് തുറക്കുമെന്നുള്ളൊരു റിസൾട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് സാറിന്റെ ഒരു അഭിപ്രായത്തില് നമ്മളുടെ ഈ പ്രവാസികളുടെ ഈ ഒരു വിലയിരുത്തല് നമ്മളുടെ ഇപ്പം മറ്റന്നാൾ വരുന്ന ഈ ഒരു ഇലക്ഷന്റെ ഫലവുമായിട്ട് എങ്ങനെ താതാത്മ്യം പ്രാപിക്കുമെന്നാണ് സാറിന്റെ തോന്നുന്നത്? സാറിന്റെ വിലയിരുത്തൽ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ആണ്. 85-90 സീറ്റിനകത്ത് UDF തീർച്ചയായിട്ടും നേടും എന്നുള്ളതാണ് ഭൂരിപക്ഷവും സർവേകളിലും വെളിപ്പെട്ടിരിക്കുന്ന. ഏതാണ്ട് 1-2 സർവേകൾ മാത്രമേ അതിന് വിപരീതമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് മാത്രമല്ല, അല്ലാതെ തന്നെയും കേരളത്തിലെ ജനങ്ങൾ UDF-നൊപ്പമാണ് ഈ ഇലക്ഷൻ എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. UDF തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് എന്റെയും അഭിപ്രായം. പ്രവാസികൾക്ക് ആദ്യമായിട്ട് വോട്ടവകാശം കിട്ടിയ ഒരു ഇലക്ഷനാണിത്. തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ട വ്യക്തിയും കൂടിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. സാധ്യത വളരെ വിരളമാണ്. ഓക്കെ സാർ. അപ്പൊ ഈ ഒരു നമ്മളുടെ ഇപ്പം UDF വരുന്ന സാറിന്റെ ഈ ഒരു അഭിപ്രായത്തിലൂടെ വ്യക്തമാകുന്നത്, അപ്പൊ ഈ വോട്ടവകാശം കൂടി നമുക്ക് ലഭിച്ച ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു അനുകൂല നിലപാട്, പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇനി വരുന്ന UDF ഗവൺമെന്റിന് നമുക്ക് പ്രതീക്ഷിക്കാമോ സാർ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്രാവശ്യം വോട്ടവകാശം കിട്ടിയെങ്കിൽ തന്നെയും അതിനകത്ത് അത് വിനിയോഗിക്കുന്നതിനകത്തും ലഭ്യമാക്കുന്നതിനെ പറ്റി ചില അവ്യക്തതകൾ നിലനിന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കാര്യമായ ഒരു വോട്ടിംഗ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ വരും കാലങ്ങളിൽ അത് കൂടുതൽ പ്രയോജനപ്പെടും. ഇപ്രാവശ്യം എന്തായാലും വിരലിലെണ്ണാവുന്ന നൂറുകൾ മാത്രമാണ് സാധിച്ചെടുത്തത്. പക്ഷെ വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഈ പ്രവാസി വോട്ടവകാശം ഭാവിയിൽ ഒരു ചലനം തന്നെ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ സാർ. അപ്പൊ ഈ പ്രവാസി മലയാളികൾക്ക് അവകാശങ്ങൾക്കായിട്ട് ഇവിടെ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം സംഘടനകളോട് സാറിന് പറയാം, സാറിപ്പം ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത്തരം സംഘടനകളോട് സാറിന് പറയാനുള്ളത്, ഇപ്പം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. അല്ലാതെ പ്രവാസികൾ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളും നേടിയെടുക്കുവാനും നമ്മൾ ആയതിൽ തന്നെ ഏത് ഭരണകക്ഷിയായാലും എത്തിച്ചേരുന്നുള്ള വിശ്വാസമുള്ളത്. പക്ഷെ ഇവിടെ കുരുന്നുപോലെ മുളയ്ക്കുന്ന സംഘടനകളും അനേകായിരം ഗ്രൂപ്പുകളുടെയും ഒക്കെ അഭിപ്രായം കൊണ്ട് നമുക്കൊരു ഐക്യമില്ലായ്മ ഉണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനെ പല സമയങ്ങളിൽ ബാധിച്ചിട്ടുമുണ്ട്. ഓക്കെ സാർ. അപ്പോഴേ നമ്മള് പ്രവാസികൾക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളിപ്പം പ്രവാസികളോട് നമ്മളുടെ സാറുമായിട്ടുള്ള ഈ ഒരു അഭിമുഖം നമ്മൾ ആയിരക്കണക്കിന് പ്രവാസികൾ കേൾക്കും, ഓൺലൈനിൽ ഉണ്ടാകും. അപ്പൊ ഈ പ്രവാസി മലയാളി സമൂഹത്തോട് സാറിന് പറയാനുള്ള സന്ദേശം എന്താണ്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ബന്ധപ്പെട്ടല്ല, പൊതുവായിട്ടും നമ്മുടെ രണ്ടാനമ്മയാണ് ഗൾഫ്, പ്രസിഡന്റ് UAE. നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിന് ജോലി സാധ്യതയും വ്യവസായ സാധ്യതയും ഉണ്ടാക്കി തന്നിട്ടുള്ള നമ്മുടെ ഒരു മാതൃരാജ്യത്തെ പോലെയുള്ളൊരു മാതൃരാജ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അവർ തന്നിട്ടുള്ള സഹായങ്ങൾ ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ ഇന്ത്യൻ സമൂഹവും പ്രത്യേകിച്ച് മലയാളി സമൂഹവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും, പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും, സംഘടനാ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലും അത് ദുർവിനിയോഗം ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ ഒഴിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നേരായ വഴിയിൽ പോവുകയും നേരായ വഴിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുകയും മറ്റു പൊതുപ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നതിനും പലതും ഔദ്യോഗികമായിട്ട് അംഗീകാരവും മറ്റു പലതിനെ കണ്ണടച്ചുകൊണ്ട് നമുക്ക് അംഗീകാരം തരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തന്നിട്ടുള്ള ഒരു സൗകര്യങ്ങളും ദുർവിനിയോഗം ചെയ്ത് നമുക്കുള്ള സൗകര്യങ്ങൾ വാഴാക്കി കളയരുതെന്ന് മാത്രമാണ് പ്രധാനപ്പെട്ട നമ്മുടെ പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്.